നിലാവിന്റെ 22ാം ദിവസത്തിലേക്ക് സ്വാഗതം. ആകാശത്തിന് കീഴെ സപ്തഭൂഖണ്ഡങ്ങളിലായി 800 കോടിയിലധികം ജനങ്ങൾ. അവർ അനുദിനം ചെറുതും വലുതുമായ സ്വപ്നങ്ങൾ മെനയുന്നു, അവയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നു. എന്നാൽ തങ്ങളുടെ ചെറു സ്വപ്നങ്ങൾ പോലും ഉപേക്ഷിച്ച് നാടുവിടേണ്ടി വരുന്ന ഒരു ജനതയുണ്ട്, കുടിയേറ്റക്കാർ. പല രാജ്യങ്ങളിലുള്ള, പല മതത്തിലുള്ള, പല ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ. അവർക്കൊക്കെ ഇപ്പോൾ ഒരൊറ്റ പേരേയുള്ളൂ, അഭയാർത്ഥികൾ. സ്വസ്ഥമായി ജീവിച്ച് സമാധാനമായി ഉറങ്ങിക്കഴിഞ്ഞിരുന്ന അവരെ എത്ര എളുപ്പത്തിലാണ് യുദ്ധങ്ങൾ അഭയാർത്ഥികളാക്കിയത്. യുദ്ധവും കൊടും പട്ടിണിയും മൂലം സ്വന്തം വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ജീവിതം കരുപിടിപ്പിക്കാൻ ജീവൻ പണയം വെച്ചാണ് അവർ പലായനം ചെയ്യുന്നത്. ഈ പലായനം എങ്ങോട്ടേക്കെന്ന് പോലും പലർക്കും അറിയില്ല. യാത്രകൾ എപ്പോഴും നല്ലതാണ്, പക്ഷേ പലായനങ്ങൾ ലോകത്തിന്റെ പരാജയമാണ്. ഒരമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വെടിയുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ ഓടുന്നതും, മെലിഞ്ഞൊടുങ്ങിയ പിഞ്ചു കൈകൾ ഭക്ഷണത്തിനായി നീട്ടിപ്പിടിച്ചിരിക്കുന്നതും, ചോര വാർന്നൊലിക്കുന്ന ശരീരവുമായി നിസ്സഹായരായി ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും നാം അനുദിനം മാധ്യമങ്ങളിലൂടെ കാണുന്ന കാഴ്ചകളാണ്. മരണം വിധിക്കുന്ന ഇത്തരം യുദ്ധഭൂമികളിൽ നിന്നും സമാധാനം കാംക്ഷിക്കുന്ന ഒരു ജനതയുണ്ട്. അവരും മുഖവും പേരുമുള്ള മനുഷ്യരാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, അവർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്, ദൈവരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ, നമ്മുടെ കരുതലും സഹായവും അർഹിക്കുന്നവർ. വിശുദ്ധ ബൈബിളിൽ, പഴയ നിയമ പുസ്തകങ്ങളിൽ നിരവധി പലായനങ്ങൾ നാം കാണുന്നു, നിരവധി വർഷങ്ങൾ നീണ്ട പലായനങ്ങൾ. പുതിയ നിയമത്തിൽ നാം തിരുക്കുടുംബം കടന്നുപോയ പലായനങ്ങളും കാണുന്നു. ഉണ്ണിയേശു പിറക്കുന്നതിനു മുൻപേ ഹെറോദിസിന്റെ പീഡനത്തെ ഭയന്ന് പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പ് പിതാവും ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. അവരും അഭയാർത്ഥികളായിരുന്നു, അന്യദേശത്ത് സുരക്ഷിതത്വത്തിനായി അഭയം തേടിയവർ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നു. യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും അവർക്ക് അഭയവും ഭക്ഷണവും പരിചരണവും നൽകുവാനും അവരെ ചേർത്ത് നിർത്തുവാനും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന നമുക്ക് അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും പ്രത്യേകമായി ഓർക്കാം. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ സഹോദരങ്ങളോടും ജീവജാലങ്ങളോടുമുള്ള കടമകൾ യഥാവിധം നിറവേറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. കുരിശിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിന്റെയും കരുണയുടെയും വലിയൊരു മാതൃക എന്നും നമുക്കൊരു പ്രചോദനമായിരിക്കണം. നീതിസൂര്യനായ യേശുവിനെ പോലെ വെളിച്ചമാകാനും വെളിച്ചമേകുവാനും കഴിഞ്ഞാൽ ഈ ക്രിസ്തുമസ് അർത്ഥമുള്ളതാകും. എല്ലാ ഹൃദയങ്ങളിലും ഉണ്ണിയേശു ജനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഹാപ്പി ക്രിസ്മസ്.